നമസ്കാരം, ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂർ മുനിസിപ്പാലിറ്റിയുടെയും ആരോഗ്യവകുപ്പ് മലപ്പുറത്തിന്റെയും നേതൃത്വത്തിൽ തിരൂർ മാർക്കറ്റിൽ വെച്ച് നടത്തുന്ന ജില്ലാതല ഡെങ്കി ദിനാചരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തേണ്ട രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആലോചന യോഗവും തിരൂർ ബ്ലോക്ക് ഏരിയയിൽ നടപ്പിലാക്കേണ്ട രോഗപ്രതിരോധ കർമ്മ പരിപാടികളുടെ രൂപീകരണവും തിരൂർ മുനിസിപ്പാലിറ്റി ഹാളിൽ തിരൂർ വൈസ് ചെയർമാൻ രാമൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ദിനേനെ ഇവിടെ വന്നു പോകുന്നുണ്ട്. തിരൂരും അതിന്റെ പരിസരത്തുമായിട്ട് ഗൾഫ് മാർക്കറ്റ്, അതേപോലെ ഞങ്ങളുടെ മാർക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ദിനേനെ പുറത്തു നിന്നും ആളുകൾ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ പ്രത്യേക വൈറസുകൾ അടങ്ങിയ രോഗങ്ങളൊക്കെ പരക്കാനുള്ള സാധ്യത അനവധിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാർക്കറ്റും പരിസര പ്രദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ പൂർണ്ണമായും അണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വത്തിലാണ് തിരൂർ നഗരസഭയും ജില്ലാ ഹോസ്പിറ്റലും ആരോഗ്യ വിഭാഗവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത മുഖ്യപ്രഭാഷണവും ജില്ലാ ആരോഗ്യ വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക വിഷയാവതരണവും നടത്തി. തിരൂരിനും ആകാൻ കഴിയും. ആ ഒരു ലക്ഷ്യം മുന്നിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് എല്ലാവരും കൂട്ടമായ പ്രവർത്തനമുണ്ട്. അതേ രീതിയിൽ ഒരു ശുചിത്വ മുനിസിപ്പാലിറ്റി ആയിട്ട് നമുക്കിത് മാറ്റാൻ വേണ്ടി, അതേപോലെ നമുക്ക് ഒരു പകർച്ചവ്യാധികൾക്ക് വേണ്ടി എല്ലാ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്, കൊതുകുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പകർച്ചവ്യാധി കൊണ്ട് ഒരു മരണം പോലും ഉണ്ടാവാതിരിക്കാൻ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ കാരണം നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ നമ്മുടെ ആശാപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. കുടുംബശ്രീ, അംഗൻവാടി, എല്ലാവരും ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഡെപ്യൂട്ടി DMO ഡോക്ടർ സുബീൻ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. തിരൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന, ജില്ലാ ബയോളജിസ്റ്റ് VV ദിനേഷ്, ജില്ലാ മാസ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലീഗർ ബാബു, തിരൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഇബ്നു വഫ, ജാഫർ KMK ആഷിഖ്, അമീർ സബ്ക, അബ്ദുൽ നാസർ ആബിദ് തിരൂർ മുനിസിപ്പാലിറ്റി ഹെൽത്ത് സൂപ്പർവൈസർ ബാബു എന്നിവർ സംസാരിച്ചു. പെട്ടം ഹെൽത്ത് ബ്ലോക്ക് സൂപ്പർവൈസർ നജീബ് കുമാർ നന്ദി പറഞ്ഞു. ഡെങ്കിപ്പനി ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഗൾഫ് മാർക്കറ്റ് പരിസരത്ത് എങ്ങനെ ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുക് ഉറവിട നശീകരണം നടത്താം എന്നുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. കൂടാതെ മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ ജില്ലാതല ഉദ്ഘാടന പരിപാടി ആസൂത്രണം ചെയ്യുകയും ചെയ്തു. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ഗൾഫ് മാർക്കറ്റിലെ പ്രതിനിധികൾ, വ്യാപാര പ്രതിനിധികൾ, കെട്ടിട ഓണേഴ്സ് പ്രതിനിധികൾ, ആശാ വർക്കേഴ്സ്, സാമൂഹിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.